ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൽ പ്രത്യേകത 3 പേർക്ക് മാത്രമേ പ്രാസംഗികരുടെ ലിസ്റ്റിലുള്ളൂ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പിൻ്റെ ചാർജ് വഹിക്കുന്ന കേരളത്തിലെ മന്ത്രി. ഇപ്പോൾ ലോക്കൽ MP-ക്ക് അവിടെ പ്രസംഗിക്കാൻ അവസരമില്ല, ലോക്കൽ MLA-ക്ക് അവസരമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും താൻ വീണ്ടും ഇവിടെ തൻ്റെ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ ഇനി കേരളം വീണ്ടും ഉണ്ടാവണമെങ്കിൽ പരശുരാമൻ വീണ്ടും വന്ന് മൊഴിയെറിയണം എന്ന് പ്രസംഗിക്കാം. പ്രധാനമന്ത്രിക്ക് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം തന്നെ അപ്രത്യക്ഷമാകും എന്ന് പ്രസംഗിക്കാം. ഇങ്ങനെയുള്ള 2 ജൽപ്പനങ്ങൾ മാത്രമേ ഇന്ന് നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക. ഈ കാര്യത്തിൽ 2 പേരും ഒരേ തൂവൽ പക്ഷികളാണ്. ഞാൻ പറഞ്ഞാലേ ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പിനേഷൻ BJPക്ക് പോലും ഒരു സ്റ്റേറ്റിലും കിട്ടില്ല. യോഗി ആദിത്യനാഥ് പോലും മോഡിക്ക് മാച്ചാവില്ല. പക്ഷേ ഇവിടെ നല്ല മാച്ചാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ 2 പേർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ PV അൻവർ പുതിയ പാർട്ടികളുമൊക്കെ ആയിട്ട് ചർച്ച നടത്തുന്നൊക്കെ പറയുന്നു. അല്ല, അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. എന്തായാലും അടുത്ത ഇലക്ഷനിൽ UDFൻ്റെ കൂടെ അൻവർ ഉണ്ടാവും. അതെങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് നിങ്ങൾക്ക് അതുവരെ നിങ്ങളുടെ സംശയം തോന്നുന്നു നിങ്ങൾക്ക് പറയാം. ഏതായാലും അൻവർ അടുത്ത ഇലക്ഷനിൽ UDFൻ്റെ കൂടെ ഉണ്ടാവും. അത് മാത്രം ഉറപ്പിച്ച് പറയാം. അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ, നിലമ്പൂർ ഇലക്ഷൻ, അതുപോലെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ. നിലമ്പൂർ ഇലക്ഷൻ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ നടത്താതിരിക്കാനാണ് 2 കൂട്ടരും നോക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു MLA വന്നാൽ എത്ര കാലം പ്രവർത്തിക്കാൻ പറ്റും? 10 മാസം തയ്ച്ച് കിട്ടില്ല. മാത്രമല്ല അടുത്ത മാസം തൊട്ട് മഴ തുടങ്ങുകയാണ്. ജൂൺ മാസം തൊട്ട് മഴക്കാലം തുടങ്ങുകയാണ്. അപ്പോൾ ഈ മാസം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈ ഇലക്ഷൻ സാധ്യതയില്ല. 2 പേർക്ക് അക്കാര്യത്തിൽ ഇലക്ഷൻ നടത്താൻ താല്പര്യമില്ല. കേന്ദ്രത്തിനാണെങ്കിൽ BJPക്ക് ഒട്ടും വോട്ടില്ലാത്തൊരു സ്ഥലമാണ്. മറച്ചു കൊടുത്താൽ പോലും അവർക്ക് രക്ഷയില്ല. CPM-നാണെങ്കിൽ ഒരു 10-25,000 വോട്ടിന് UDF ജയിച്ചാൽ പിന്നെ ഇപ്പോൾ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും നാളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ 2 കൂട്ടരുടെയും താല്പര്യം ഇലക്ഷൻ വേണ്ടെന്നാണ്. അതനുസരിച്ച് ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യവും പറയാമല്ലോ. കാശ്മീരിലിപ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വീണ്ടും വരാൻ തുടങ്ങി. പക്ഷേ ഇന്ത്യ എങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു കാര്യം പറയേണ്ടത്, യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കും. പക്ഷേ ആ പഹൽഗാമിൽ നമ്മൾ 26 സഹോദരങ്ങളെ കൊന്ന ഒരു തീവ്രവാദിയെപ്പോലും പിടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുക. അതൊക്കെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രതിപക്ഷമൊന്നുമില്ല, ഇന്ത്യ രാജ്യമാണ്. പക്ഷേ അങ്ങനെ യുദ്ധം ഉണ്ടാവും എന്ന് പറയുമ്പോഴും 26 പേരെ കൊന്ന ഒരു തീവ്രവാദിയെപ്പോലും പിടിക്കാനോ വധിക്കാനോ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് നാളെ ചർച്ച ചെയ്യപ്പെടും. അതേ പറഞ്ഞു.